ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് അപ്പം തന്നെ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ആരും ഫോഴ്സ്ഫുള്ളി ഈ ഒരു റീഡിങ് റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ള ഒരു കാര്യം നോക്കുമ്പോൾ 2 ഓഫ് സോർഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡ്. അപ്പോൾ ഇപ്പോൾ അവർ ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് പറ്റാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റാതെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അവരുടെ മനസ്സ് 2 വഴിക്ക് ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു ആശയക്കുഴപ്പം അവർക്കുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഒരു കാര്യമുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണ്, മനസ്സിന്റെ അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഫസ്റ്റ് കാർഡിൽ. അപ്പോൾ നമുക്ക് അത് എന്താണ് ആ ഒരു അവരെടുക്കേണ്ട തീരുമാനങ്ങൾ എന്നൊക്കെയുള്ളത് നമുക്ക് നെക്സ്റ്റ് കാർഡിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിൽ എന്തോ 2 കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ വരുന്നിട്ടുള്ള ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുവിധം പിടികിട്ടിട്ടുണ്ടാവാം. ഓക്കെ, സെക്കൻഡ് കാർഡിലേക്ക് വരുമ്പോൾ 8 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഒരു കാര്യത്തിൽ നിന്നും മാനസികമായിട്ട് ഈ ഒരു വ്യക്തി മാറാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ 2 കാര്യത്തിൽ ഒരു കാര്യത്തിൽ നിന്ന് അവർ മാനസികമായിട്ട് പിന്തിരിഞ്ഞു പോരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ പഴയ വേദനകളോ ആ ഒരു സന്തോഷമോ ഒക്കെ വിട്ടു പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പഴയ പാസ്റ്റിലുണ്ടായിരുന്ന എന്തോ ഒന്നിനെ അവർ വിട്ടിട്ട് ഇപ്പോൾ ഉള്ള പുതിയതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് കൂടുതലും ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ റെസിനേറ്റ് ആവുക എന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ഉള്ള ആളുകൾക്കായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഏതൊരു ആളുകളുടെ ഒപ്പമാണോ, ഏതൊരു സിറ്റുവേഷനിലാണോ അതിനെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവർ അതെല്ലാം ആ ഒരു വേദനകളും വിഷമങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് പാസ്റ്റിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു പ്രശ്നങ്ങളെല്ലാം വിട്ടുകളയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് പുതിയതായിട്ട് ഒന്നേന്ന് തുടങ്ങണം എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന കാർഡ് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പം ഈ ഒരു വ്യക്തിയെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കുകയാണ്, നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം, ഈ ഒരു വ്യക്തിയെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഈ വ്യക്തി വളരെ ഹാപ്പിയാണ്, അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അവർ ഹാപ്പിയായി സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ പുറത്ത് വളരെ ശാന്തമായിട്ട് ഇവർ കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ആഴത്തിലുള്ള ഫീലിങ്സ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കിങ് ഓഫ് കപ്സിന്റെ എനർജി വഴി. അവരെ എല്ലാം നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്, നിങ്ങളിലേക്ക് വരണം എന്നുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി സ്നേഹം തരണം എന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഇമോഷൻസ് എല്ലാം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിങ് ഓഫ് കപ്സിൽ കാണാനായിട്ട് വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നെക്സ്റ്റ് 5 ഓഫ് പെന്റിക്കിൾസ് വരുമ്പോഴത്തേക്കും ഒരു ഒറ്റപ്പെടല്, അല്ലെങ്കിൽ തനിക്കിപ്പോൾ ആരുമില്ല എന്നൊരു തോന്നൽ ഈ നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെപ്പറേഷനിൽ പോയ സമയത്തൊന്നും ഇവർക്ക് ആ ഒരു ബ്രേക്ക് എടുത്ത പോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു. അത്തരത്തിലൊരു മിസ് ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കുറേ ആളുകൾ ഇവർക്ക് ഉണ്ടെന്നൊരു ധാരണ ഇവർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരെ നോക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകൾ കുറവാണ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് എല്ലാ രീതിയിലും
രീതിയിലും എല്ലാ സ്ഥലത്തു നിന്നും അവർക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നതെന്ന് ഒരു തോന്നൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് ഇമോഷണലി ആണെങ്കിലും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങൾക്ക് ഒക്കെ ആണെങ്കിലും ഒരു സപ്പോർട്ട് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതോടൊപ്പം നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ കുറെ ആളുകളും തനിക്കുണ്ടായിരുന്നു എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു സാമ്പത്തികപരമായ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഇവർക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെയധികം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഈ ഒരു വ്യക്തിയെ സഹായിച്ചിരുന്ന ഒരു വ്യക്തികളായിരിക്കാം. ഇപ്പോൾ ആ ഒരു സഹായവും കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ അവര് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാവാം. അപ്പോൾ എന്താണെങ്കിലും മറ്റുള്ളവരുടെ ഒരു പിന്തുണ ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഹെർമിറ്റ് കാർഡാണ്. ഇപ്പോൾ അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേസിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അവർ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിച്ച് അവര് ക്ലാരിറ്റി കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇവരിപ്പോൾ സ്പിരിച്വൽ വേയിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന, ചിലപ്പോൾ നേരത്തെ ഒരു ദൈവവുമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ദൈവവിശ്വാസം ഒന്നുമില്ലായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ അതിൽ നിന്നെല്ലാം മാറ്റം സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ കുറച്ചും കൂടി ദൈവവുമായിട്ടൊക്കെ അടുത്ത് സ്പിരിച്വൽ പരമായ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുന്നു, അങ്ങനെയൊക്കെ കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ലൈഫിനൊരു ക്ലാരിറ്റി അതുവഴി കണ്ടെത്താനായിട്ടും ഒക്കെ ശ്രമിക്കുന്ന ഇവരുടെ ലൈഫിൽ ഇവർ ഇതുവരെ ഫേസ് ചെയ്യാത്ത കുറേ ഒരു സിറ്റുവേഷൻസ് ഇവർ ഫേസ് ചെയ്യേണ്ടതായി വന്നപ്പോൾ ഇവിടെ ലൈഫിൽ തന്നെ ഇവര് ഒരിക്കലും എത്തിപ്പെടാത്ത ഒരു ഫേസിലേക്ക് ഇവർ എത്തിപ്പെട്ടു. ആ ഒരു സ്പിരിച്വൽ വേ ഒക്കെ ഇവർ ചൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഒരു ലൈഫിന് ഒരു ക്ലാരിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഇവര് വരാനായിട്ടുള്ള അല്ലെങ്കിൽ എത്തിപ്പെടേണ്ട ഒരു അവസരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്ന കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അവർക്ക് ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ പോരാ, കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നൊരു തിടുക്കം അവർക്കുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. മനസ്സിനുള്ളിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും താൻ ഒറ്റപ്പെട്ടു പോയി എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒത്തിരി റെസ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം വിഷമത്തിലൂടെ അവർ കടന്നു പോകുന്നു. അവർക്ക് നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടുള്ള എനർജീസ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ 10 ഓഫ് വാൻഡ്സ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. വളരെയധികം ഒരു റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾക്ക് അറിയാലോ 10 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. എല്ലാം ആ ഒരു വ്യക്തി തന്നെയാണ് നിർവഹിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പൊ അത് പല രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിയായിരിക്കാം അവരുടെ ഫാമിലിയിൽ ഒരു ചിലപ്പോൾ ഏൺ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അവർ ആ ഒരു ഫാമിലിയിലെ എല്ലാ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വളരെയധികം ഉത്തരവാദിത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ അതൊന്നും മാറ്റി നിർത്തേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള കുറേയേറെ റെസ്പോൺസിബിലിറ്റീസ്, അപ്പോൾ അത് കഴിയട്ടെ, അതിനുശേഷം എൻ്റെ സ്വന്തം ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു കാര്യം വരും, എന്നാൽ അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെതായ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് മുന്നോട്ട് വരാം എന്നൊക്കെ ഈ വ്യക്തി വിചാരിച്ച് അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്നതാകാനും ചാൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് എല്ലാം നിങ്ങളുടെ ഭാഗം നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് ആക്ഷൻ ഇട്ട് വരേണ്ടുന്നത്. അങ്ങനെയാണെങ്കിലും അവർക്ക് ഇവിടെ കുറെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇനി ഇതിന് വേണ്ടിയിട്ട് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാരമെല്ലാം ഇവരിങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കായി പോയി, ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, എനിക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ ഓർത്ത് അവർ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് മൂൺ കാർഡാണ്. മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ, അതുപോലെ ഒരു ഫിയർ, അൺസർട്ടനിറ്റി, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് മെയിൻ കാണുന്നത്. ചില കാര്യങ്ങൾ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഒരു വ്യക്തി കടന്നു വരുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ കാർഡിൽ തന്നെ നമുക്ക് 2 ഓഫ് സോർഡ്സ് തന്നെ കാണാൻ പറ്റിയായിരുന്നു. ആ ഒരു ആശയക്കുഴപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവരുടെ ഫാമിലി ഈ റെസ്പോൺസിബിലിറ്റീസ് ഒരു സൈഡിലും
നിങ്ങൾ മറ്റൊരു സൈഡിലും, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും ആ ഒരു പേഴ്സണോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ ഒരു സൈഡിലും നിങ്ങളും, ഇതിൽ ഏത് വേണം എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ വളരെയധികം ഒരു ആൻസൈറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആശയക്കുഴപ്പമാണ്, കൺഫ്യൂഷനാണ്, അതിനെ ഓർത്തിട്ട് പേടിക്കുന്നതായിട്ടും. കാരണം നമ്മൾ രണ്ട് കാര്യങ്ങളുള്ളതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്രവശത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് ഓർത്ത് അവർ പേടിക്കുന്നു. ആ ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ചില കാര്യങ്ങൾ അവർക്ക് കാര്യങ്ങൾക്ക് യാതൊരു വ്യക്തതയും അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു ഇൻറ്റ്യൂഷൻസ്, അവരുടെ തോന്നലുകൾ കേൾക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതായത് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറെ തോന്നലുകൾ വരും. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുക, അപ്പൊ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ രീതിയിലുള്ള കുറെ തോന്നലുകൾ ഈ ഒരു പേഴ്സൺ വരുന്നുണ്ട്. ആ ഒരു തോന്നലുകൾക്ക് പുറകെ പോകാം എന്ന രീതിയിൽ ഇവർ ചിന്തിക്കാനും അത് ചെയ്യാനുമായിട്ട് ശ്രമിക്കുന്ന എനർജീസ് ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു കാർഡ് പേജ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. അപ്പൊ നിങ്ങളോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങളിലേക്ക് വന്നം, ആ ഒരു രീതിയിൽ നിങ്ങളില്ലാത്ത ഒരു ഒറ്റപ്പെടൽ, ഇതൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ. പക്ഷെ അതിലും കൂടുതൽ ഇപ്പോൾ അവരായിരിക്കുന്ന അവസ്ഥയിലുള്ള എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ആ ഒരു കാര്യങ്ങളാണ് അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതിലുള്ള ഫീലിങ്സ് അവർക്കുണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഉള്ളത് ഒരു സോഫ്റ്റ് ആയ ഫീലിങ്സ് ആണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതാണ് ഈ പേജ് ഓഫ് കപ്സിന്റെ എനർജിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു ഇമോഷണൽ മെസ്സേജ് അയക്കണമെന്നോ ഒന്ന് റീകണക്ട് ചെയ്യണമെന്നോ ഉള്ള ഒരു ഇന്നർ അകത്ത് ഉള്ളിൽ നിന്നുള്ള ഒരു അർജ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ വരാം. കാരണം ഇപ്പൊ നിങ്ങൾ ഈ ഒരു സെപ്പറേഷനായിട്ട് കുറേ നാളുകളായിട്ടുണ്ടാകാം. അപ്പൊ ഇവർക്ക് പറയാനായിട്ട് കുറേയേറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ഒരു ഇമോഷണൽ മെസ്സേജ് അയക്കണമെന്ന് അവർ, എന്നിട്ട് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ നമ്മൾ തമ്മിലൊന്ന് റീകണക്ട് ആകാനുള്ള ചാൻസ് ഉണ്ടാകും എന്ന രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് എത്രയും വേഗം നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതാണ് ഇപ്പോൾ കറന്റ്ലി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും. പിന്നെ വരുന്നത് നമുക്ക് 4 ഓഫ് സോർഡ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. അതും ഒരു മെന്റലി ഒരു സുഖമില്ലാത്തൊരവസ്ഥ. അത് തന്നെയാണ്. ഇവര് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഇവർ ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഒരു, ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിലൊന്നും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു. വളരെയധികം ഓവർ തിങ്കിങ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ പോകുന്ന സമയത്ത് ഇവർ തന്നെ മനസ്സിൽ വിചാരിക്കണം, എനിക്ക് എല്ലാം മറന്ന് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ മനസ്സിലായി, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും, എന്നെ മാനസികമായിട്ട് വളരെയധികം ഞാൻ ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം അത് ഒരു നമ്മുടെ ഹെൽത്തിനെയും ബാധിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നല്ല ധാരണയുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഇവർക്ക് ഈ ഒരു കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ധാരണ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണയില്ല. അതിനു വേണ്ടിയിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അവർക്ക് റെസ്റ്റ്ലെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇവർ തന്നെ അതുപോലൊപ്പം തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്, എനിക്കൊരു ഹീലിംഗ് ഫേസ് ആവശ്യമാണ്. ആ ഒരു ഹീലിംഗ് ഫേസിന് വേണ്ടിയിട്ടായിരിക്കാം അവരിപ്പോ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട്. ഒരു ലെസ് കോണ്ടാക്ട് നോ കോണ്ടാക്റ്റിലൊക്കെ ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഹീലിംഗ് ഫേസ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാകാനാണ് ചാൻസ് കൂടുതൽ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു റെസ്റ്റിംഗ് ടൈം എന്നൊക്കെ പറയുന്ന ആ ഒരു സമയമായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ ഈ ഒരു ഹീലിംഗ് ഫേസിൽ അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, ഈ റെസ്റ്റ് എടുക്കുന്ന ഈ ഒരു സമയത്ത് അവര് ഒരു സ്റ്റെബിലിറ്റി അന്വേഷിക്കുന്നു എന്നാണ്. ഒരു എവിടെയാണ് എനിക്ക് ശരിക്കുമുള്ള ഒരു സ്റ്റെബിലിറ്റി, എന്താണ് എനിക്ക് വേണ്ടതെന്ന് കണ്ടെത്താനും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നുപോയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നുകൊണ്ട് ഒരു സ്റ്റേബിൾ ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാനും അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി അവർ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ലൈഫ് സെറ്റിൽ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഞാൻ ഇനി ഇങ്ങനെ
എൻ്റെ ഫീലിങ്സ് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ആലോചിച്ച് എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വഴി. അപ്പം ഒരു പ്രാക്ടിക്കൽ ലൈഫ് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ, ആക്ഷൻ ഉടനെ ഉണ്ടാകും എന്ന് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അവരുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ വരും. അതായത് ഫീലിങ്സുകൾ മാത്രമല്ല, സാധാരണ നമ്മൾ റീഡിങ് കാണുമ്പോൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഫീലിങ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഒരു ആക്ഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു റീഡിങ്ങിൽ ഡയറക്റ്റ് ഒരു ആക്ഷൻ ഉണ്ടാകുന്നു, ഒരു പ്രാക്ടിക്കൽ ലൈഫ് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു കാർഡ് എന്ന് വെച്ചാൽ 7 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഇത് എല്ലാ കാർഡും നമുക്കിപ്പോൾ ഒത്തിരി കാർഡുകൾ വന്നിട്ടുണ്ട്. ആ കാർഡുകളെല്ലാം തന്നെ ഇതാണ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. 2 കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേയേറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അവർ ഓവർ തിങ്ക് ചെയ്യുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഓർത്തിട്ട് അവർ ഓവർ തിങ്ക് ചെയ്യുന്നു, നെഗറ്റീവ് തിങ്കിങ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കാർഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവര് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഒത്തിരി ഫീലിങ്സും കാര്യങ്ങളും, നമ്മൾ ഈ സ്വപ്ന ലോകത്ത് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഇവർക്ക് ആക്ഷൻസ് കുറവാണ്. ഇവരെപ്പോഴും ഫീലിങ്സിന്റെ പുറത്താണ് ഓടുന്നത്, ഇമോഷണൽ ഫീലിങ്സ്. ഇവർ ഇമാജിൻ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ ഇവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമായിട്ട് ലൈഫിലാണെങ്കിലും ഒത്തിരി ഇവർ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, അതായത് ഇവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. ഇപ്പൊ ഒരു 100% വിചാരിക്കുന്ന സമയത്ത് 1% മാത്രമാണ് അത് സംഭവിക്കുന്നത്. കാരണം ഇവർ ഇതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഇവർ ഫുൾ ഇമാജിനേഷനാണ്. അപ്പം ആ ഒരു ഇവർക്ക് തന്നെ മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഫീലിങ്സ് ഉണ്ട്, എനിക്ക് ആ ഒരു വ്യക്തിയോട് ഫീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോട് ഫീലിങ്സ് ഉണ്ട്, ഇതെല്ലാം എനിക്കിങ്ങനെ കിട്ടണമെന്നുണ്ട്, അങ്ങനെ കിട്ടണമെന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഇമാജിനേഷൻ മാത്രമാണ്. പുറത്തേക്ക് വളരെ കാമായിട്ട് ഞാൻ ഓക്കെയാണ്, എനിക്കതൊന്നും ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. അപ്പം റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവർക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ അർജ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷന് വരണം, നിങ്ങൾക്കൊരു ഇമോഷണൽ മെസ്സേജ് അയക്കണം എന്നൊരു അർജ് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിലുള്ള ആ ഒരു പോരാട്ടം നടന്നിട്ട് റിയാലിറ്റിയിലേക്ക് വന്ന് ഒരു പ്രാക്ടിക്കൽ ലൈഫ് സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു വ്യക്തി. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ ഇവരുടെ സിറ്റുവേഷൻ, ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും പുറമേയും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്പാർക്ക് വരാനിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിന് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും. പിന്നെ ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടായിട്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് ഉയർന്നു പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏസ് ഓഫ് വാൻഡ്സ് വഴി പറയാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങൾക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഓവറോൾ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷനിലാണ്, ഇമോഷണൽ ഹീലിംഗ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി റെസ്പോൺസിബിലിറ്റി, ഇവർക്ക് ഒത്തിരിയേറെ പ്രഷർ കൊടുക്കുന്ന ഒരു ഫേസിലാണ് അവര് നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് നിങ്ങളിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. പക്ഷെ ഒരു ക്ലാരിറ്റി കിട്ടാതെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റുന്നുമില്ല. അപ്പോൾ ഒരു ഇന്നർ ഹീലിംഗ് നടക്കുകയാണ്. അതിനുശേഷം ഒരു ഫ്രഷ് ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം ശക്തമാണ് എന്നുള്ളതാണ് നമുക്ക് ഒരു ഓവറോൾ എനർജി ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ റീഡിങ്ങിലും നോക്കുന്ന പോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് നോക്കുകയാണെങ്കിൽ 4 കാര്യങ്ങളാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതായത് ഫസ്റ്റിലെ കാര്യം എന്ന് വെച്ചാൽ അവർക്കൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങൾ വിളിക്കുക, ക്ലാരിറ്റി ഇതാ എന്നൊരു രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ മൂവ് ഓൺ ചെയ്ത് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക. അത് അവർക്ക് സ്പേസ് കൊടുക്കുക, അവർ ആ സ്പേസ് എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് സ്പേസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എനർജി ഡ്രെയിൻ ആയിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ ഇപ്പം എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നിങ്ങളാകുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഓൾവേസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോവുകയും നിങ്ങൾ ഒട്ടും എനർജി ഇല്ലാത്ത രീതിയിലേക്ക്, ലോ എനർജിയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫായിട്ട് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ്,
ഓവർ തിങ്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഇനി ഓവർ തിങ്കിങ് നമ്മളിപ്പോൾ ഓവർ തിങ്ക് ചെയ്ത് അതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറും. പിന്നെ നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ അത് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. ആ ഓവർ തിങ്ക് ചെയ്യുന്ന പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നതാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് വരുന്ന ഒരു കാര്യം. അതായത് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന നമ്മൾ ഓക്കെ, എൻ്റെ പേഴ്സൺ എന്നെ ഉപേക്ഷിച്ച് പോയി, ഇനി അവരൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഇനി ഈ ലൈഫിൽ ഇത് ഒന്നും ഓക്കെ ആകാൻ പോകുന്നില്ല എന്നതിന് പകരമായിട്ട് എല്ലാം ഓക്കെ ആകും എന്ന രീതിയിൽ അവർ വരും എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ്. പിന്നെ വളരെയധികം ക്ഷമ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്നുണ്ട്. ക്ഷമ പ്രാക്ടീസ് ചെയ്യുക എന്നാണ് പറയുന്നത്. പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ്. മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾക്കും അവർക്കും കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാകാനും എക്സ്പീരിയൻസ് ചെയ്യാനുമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സമയമാണ്, ആ ഒരു സമയമാണ് ഇതെന്നുള്ളൊരു കാര്യം നിങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഹറിബറിയായിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ അവരെ ചേസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനർജി ബ്ലോക്ക് ആവും. വീണ്ടും അത് അകലങ്ങളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഇന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ നമ്പർ 2 കിട്ടുന്നുണ്ട് ലോങ് നെയിലിനോടൊക്കെ ക്രേസുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ലോങ് നെയിലുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ടോക്കറ്റീവ്, വളരെയധികം സംസാരിക്കാനായിട്ട് താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് നല്ല ക്രേസ് ഒക്കെ ഉള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്ന വർഷം. അതുപോലെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഇല്ലെങ്കിൽ കോട്ടയം ജില്ലയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാമെന്ന് വിചാരിക്കുന്നു. നമ്പർ 48 അവേഴ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. അതുപോലെ ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ, ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1986 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. നവംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ഒ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 23, 1980 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. 1986, 1979, 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നു. സപ്പോർട്ടീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാകാനുള്ള ചാൻസ് ഉണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 29, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാകാം. സെൻസിറ്റീവ്, പെട്ടെന്ന് കരയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ റീഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.